എക്സ്പ്ലോറിങ് പെങ്കീസ് ടേക്കിംഗ് എക്സ്പ്ലോർ പെങ്കി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോഴേ അറിയാം, ഞാൻ അന്ന് ഒരു ഡ്രസ് കളക്ഷൻ വീഡിയോ ഇട്ടപ്പം കുറേ പേരൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അതൊരു 8 വ്യൂസിലൊക്കെ നിന്ന് അവിടെ സ്റ്റക്കായിരുന്നു. അപ്പം നമുക്ക് കണ്ടൻറ്റ് ക്ഷാമമാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത്. കാരണം നമുക്ക് കുറവാണ്, എനിക്ക് ജലദോഷമാണ്, എനിക്ക് കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഇനി സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്താമെന്ന് വിചാരിച്ചാലും നമ്മൾ അവിടെ വെച്ച് നിർത്തിയിട്ട് പോകരുത്. ഞാൻ ഇനിയും കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടും. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഡ്രസ് കളക്ഷൻ വീഡിയോ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ടെഡി കളക്ഷൻ അല്ല ടോയ് കളക്ഷൻ വീഡിയോ ഇടാകും. അപ്പോൾ എൻ്റെ ബാക്കിൽ കുറച്ച് ടോയ്സ് ഉണ്ട്. ടോയ്സ് അല്ല, ഇത് ടെഡീസാണ്. ഈ ടോയ്സ് ഞാൻ കാണിക്കാം. ഇതെൻ്റെ കുഞ്ഞിലത്തെ ഉണ്ട്, ചെറുത് വലുതായപ്പോഴും ഉള്ളതാണ്. കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇതാണ് എൻ്റെ ടെഡീസ്. കുറേ എനിക്ക് വാങ്ങിയതും തന്നതും ഒക്കെയാണ്. ഫസ്റ്റത്തെ ടെഡി ഇതാണ്. ഇതെനിക്ക് ഒരാൾ തന്നതാണ് കേട്ടോ. അവർ ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് തന്നതാണ്. ഇതും പിന്നെ ഇത് എൻ്റെ കുഞ്ഞമ്മ വേറൊരു കുഞ്ഞമ്മ തന്നതാണ് എനിക്കിത്. അപ്പം ഈ ടെഡി ഇതിൻ്റെയൊക്കെ പേരുണ്ട്, അതൊക്കെ ഞാൻ പറയാം. ഇതും ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇതിൻ്റെ കൂടെ വേറെ ചെറുതും ഉണ്ടായിരുന്നു, അത് ഞാൻ വേറെ കുഞ്ഞുമാർക്ക് കൊടുത്തു. കിച്ചു കുട്ടനില്ലേ, അവന് കൊടുത്തു. ഇത് പിന്നെ മുയലും കുട്ടി ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ പേര് കിട്ടു എന്നാണ്. ഇത് ഞാൻ പളനി പോയപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ്. പിന്നെ ഇത് എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി തന്നതാണ് കേട്ടോ. ഇതിൻ്റെ പേര് ലയ എന്നാണ്. ലയ, അവിടുത്തെ ഒരു ചേട്ടൻ ഇത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നു. ലയ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ പേര് സിയ എന്നാണ്. ഇതിൻ്റെ പേര് മട്ടു എന്നാണ് കേട്ടോ. ഇത് ഞാൻ പേരിട്ടിട്ടില്ല. അപ്പം ഇനി ഞാൻ ടോയ്സ് കളക്ഷൻ കാണിച്ചു തരാം. ഗൈസ്, എനിക്ക് ടോയ്സൊക്കെ കുറവാണ്. ടോയ്സ് ആയാലും ടെഡീസ് ആയാലും കുറവാണ്. ഞാൻ കുറേ പേർക്ക് കൊടുത്തു. പിന്നെ എൻ്റെ ഉള്ളതൊക്കെ എവിടെയൊക്കെയോ കാണുന്നത് എൻ്റെ ഷെഡിൻ്റെ മുകളിലൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഉള്ളത് കാണിച്ചു തരാം. അപ്പം കാണിച്ചു തരാം, നിങ്ങൾ കാത്തിരിക്കും. ആദ്യം ഇത് റിമോട്ട് ഇട്ട് ഓടുന്ന കാറായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ആരെന്നു ഏതൊരു കുട്ടി ചീത്തയാക്കിയതാണിത്. കണ്ടോ, ഇത് ഞാൻ ഇളക്കിയതല്ല, ഇതിങ്ങനെ പൊങ്ങുന്ന ടൈപ്പ് കാറായിരുന്നു. ഇത് വലിച്ച് പൊട്ടിച്ച ഒരു കുട്ടി. അപ്പം ഞാനല്ല കേട്ടോ, വേറൊരു കൊച്ചാണ്. അപ്പോൾ ആ കൊച്ചിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അറിവില്ലാത്ത കുട്ടിയാണ് അതുകൊണ്ട്. പക്ഷേ ആ കുട്ടി ഇത് പൊട്ടിച്ച സമയത്ത് ആ കൊച്ചിന് കുറേ നുള്ളൊക്കെ കൊടുത്തു. എനിക്ക് ദേഷ്യം, ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കാർ. പിന്നെ ഗൈസ്, ഇത് ഞാൻ തിരുവരാണിക്കുളത്ത് പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിൻ്റെ വില്ലുണ്ട് ഗൈസ്. ഇത് അമ്പാണ്, പക്ഷെ ഇതിൻ്റെ ഇവിടെ ഒരു സൂനയുണ്ട് ഗൈസ്. ആ സൂന കളഞ്ഞു പോയി, അതുകൊണ്ട് എനിക്കിത് വർക്കാവത്തില്ല. പക്ഷേ ഇത് വർക്കാവുന്ന വേറൊരു സാധനത്തിലാണ്. ഈ അമ്പിൻ്റെ ഈ വില്ല് 2-3 ഉണ്ടായിരുന്നു ഗൈസ്. ഒന്നും കാണുന്നില്ല ഇപ്പം. ഇവിടെ തപ്പിക്കാനെല്ലാം കിട്ടും. പിന്നെ തോക്കിൻ്റെ പിടി താണ്ട കണ്ടോ, ഇവിടെ ഇതിലെ കൂടെ കയറ്റണം. അതാണ് സാധനം. അപ്പം അതാണ് സാധനം. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റിക്ക് ഉണ്ട് ഗൈസ്, അത് ഒട്ടി സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഗൈസ്. ഇതെന്ന് പറയുമ്പോൾ ഡോക്ടർ സെറ്റാണ്. ഇതുണ്ട് കണ്ടോ, ഡോക്ടർ സെറ്റിൽ സാധനങ്ങൾ, മിനി ഡോക്ടർ സെറ്റാണ് ഗൈസ്. ഇത് എൻ്റെ 5ാം ക്ലാസ്സിൽ എനിക്ക് പനിയായിരുന്ന സമയത്ത് ഞാൻ ആശുപത്രി പോയിട്ട് തിരിച്ച് ട്രിപ്പൊക്കെ ഇട്ട് വരുന്ന വഴിക്ക് വാങ്ങിയതാണ്. ഡോക്ടർ സെറ്റ് മറ്റേ ഈ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കണേ. പിന്നെ സ്റ്റെതസ്കോപ്പ് ഉണ്ട്.
ചെവി സാധനം. പിന്നെ ഇത് പ്ലക്കറാണ് ഗൈസ്, നമ്മൾ പല്ല് ഒക്കെ ആക്കിയെടുക്കുന്ന പ്ലക്കറാണ്. പിന്നെ ഇത് അവിടെ ഒരു ആൾ വന്ന് നോക്കാൻ പറയാം. ഇത് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിന് മറ്റേ മരുന്ന് അതാണ്. പിന്നെ ഇത് ചെവിക്ക് ഒഴിക്കുന്ന മരുന്നാണ് ഗൈസ്. കാരണം ഇവിടെ ഒരു ഓട്ടത്തോളം ഉണ്ട്, കണ്ടോ? കാണാൻ പറ്റുന്നോ അറിയില്ല. നമുക്കിന് ഒരു കാറ്റ് വരും ഗൈസ്, അത് ഞാൻ കേൾപ്പിച്ചു തരാം. കേൾക്കണുണ്ടോ? കേൾക്കത്തില്ല ഗൈസ്. പിന്നെ ഇത് അതെയോ. പിന്നെ ഈ സാധനം സാലൈൻ നാസൽ സൊല്യൂഷൻ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഡേറ്റ് കഴിഞ്ഞ് സാധനം എടുത്തതാണ്. ഇതിൽ സാധനം ഉണ്ട് കേട്ടോ, കണ്ടോ? ഉണ്ട്, സാധനം ഉണ്ട് ഇതിൽ. എല്ലാം കാണിച്ചോ ഗൈസ്? ഇത് പിന്നെ ഒരു ഉഡായിപ്പ കത്രികയാണ്. ഇത് കണ്ടോ? കണ്ടോ? ഇങ്ങനെ അളകിപ്പോവും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. കത്രിക. പിന്നെ ഇത് പ്ലക്കർ, പല്ലൊക്കെ ഇളക്കിയിട്ട് നമുക്ക് എടുത്തിനകത്തോട്ട് ഇടാം. അതിനുള്ള പ്ലക്ക് സാധനങ്ങൾ. പിന്നെ ഇതെനിക്ക് അമ്മയും പപ്പയും ഗുരുവായൂർ പോയിട്ട് വന്നപ്പോൾ എനിക്ക് വാങ്ങി തന്നതാണ്. ഇതും പിന്നെ ഇത് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് കേട്ടോ. ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഇങ്ങനെ നമുക്ക് വെച്ച് എനിക്ക് അറിയാമായിരിക്കും. ഇങ്ങനെ വെച്ച് നമുക്ക് പോവാം. കണ്ടോ? അതാണ് ബിൽഡിംഗ് ബ്ലോക്സ്. ഇത് നമുക്ക് വെക്കേഷനൊക്കെ പറ്റിയ സാധനമാണ്. പെട്ടെന്ന് മടുക്കും, അതുള്ള പ്രശ്നം. ഇനി എൻ്റെ ടോയ്സ് ഉണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇത്രയും ഞാൻ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് ഗൈസ് വണ്ടി. കണ്ടോ? ഇത് എല്ലാം ഉണ്ടാക്കിയതിൻ്റെ താഴെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഓടി പോകും. അപ്പോൾ ഗൈസ് ഇനി ഞാൻ ടോയ്സ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഗൈസ് ഡോക്ടർ സെറ്റിൽ ഇമ്പോർട്ടൻ്റ് ഇഞ്ചക്ഷൻ ഉണ്ട്. പിന്നെ ഇത് തെർമോമീറ്റർ ആണ് കേട്ടോ. ഗൈസ് ഇപ്പോൾ എക്സ്പ്ലോർ പിങ്കി സ്പീക്കിംഗ്. ബൈ.